നമസ്കാരം. കൗമാരകാലത്ത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥി വർഷങ്ങൾക്ക് ശേഷം വീടിന് തൊട്ടടുത്ത് ഇയാളെ കണ്ടെത്തിയിരിക്കുന്നു. സ്കൂളിലേക്ക് പോകുന്നതിനിടെ തട്ടിക്കൊണ്ടുപോയ കൗമാരക്കാരനെ 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. അതും സ്വന്തം വീട്ടിൽ നിന്ന് വെറും 100 മീറ്റർ അകലെ. അൾജീരിയയിലെ ദിഹലഫയിലാണ് ഈ നാടകീയമായ സംഭവം അരങ്ങേറിയത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. 26 വർഷം മുൻപ് അജ്ഞാതൻ തട്ടിക്കൊണ്ടുപോയ ഒമർ ബിൻ ഒമ്രാൻ എന്ന വ്യക്തിയെയാണ് അയൽക്കാരൻ്റെ വീട്ടിലെ ഭൂഗർഭ അറയിൽ നിന്ന് പോലീസ് സംഘം കണ്ടെത്തിയത്. കാണാതാകുമ്പോൾ 19 വയസ്സായിരുന്നു ഒമറിൻ്റെ പ്രായം. വർഷങ്ങൾക്ക് ശേഷം അയൽക്കാരൻ്റെ വീട്ടിലെ രഹസ്യ അറയിൽ നിന്ന് ഒമറിനെ പോലീസ് മോചിപ്പിച്ചതും അതിനാടകീയമായിട്ടായിരുന്നു. സംഭവത്തിൽ പ്രതിയായ 61കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ തട്ടിക്കൊണ്ടുപോയത്. വൊക്കേഷണൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഒമറിനെ സ്കൂളിലേക്കുള്ള യാത്രക്കിടെയാണ് തട്ടിക്കൊണ്ടുപോയത്. 98-ലായിരുന്നു സംഭവം. തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും പലയിടങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. രാജ്യത്തുണ്ടായ യുദ്ധത്തിൽ ഒമർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്ന് വീട്ടുകാർ കരുതി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒമറിനായി വീട്ടുകാർ കാത്തിരിപ്പ് തുടർന്നു. മകനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒമറിന്റെ മാതാവും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും തള്ളി നീക്കി. ഇതിനിടെ 2013-ൽ മാതാവ് മരിച്ചു. അടുത്തിടെ സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണ് വർഷങ്ങൾക്ക് മുൻപുള്ള തിരോധാന കേസിൽ നിർണായകമായത്. ഒമറിനെ തട്ടിക്കൊണ്ടു പോവുകയും ദീർഘകാലം ബന്ദിയാക്കുകയും ചെയ്ത അയൽക്കാരൻ്റെ സഹോദരനാണ് ഇത് സംബന്ധിച്ച് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടത്. ഒമറിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അയൽക്കാരന് പങ്കുണ്ട് എന്നായിരുന്നു സഹോദരന്റെ ആരോപണം. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഒമറിന്റെ കുടുംബം അന്വേഷണ ഏജൻസികളെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് വർഷങ്ങൾക്ക് മുൻപുള്ള കേസിൽ വീണ്ടും അന്വേഷണം തുടങ്ങി. ഒടുവിൽ അയൽക്കാരന്റെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഇവിടെയുണ്ടായിരുന്ന ഭൂഗർഭ അറയിൽ നിന്ന് ഒമറിനെ കണ്ടെത്തിയത്. വീട്ടുവളപ്പിൽ ആടുകളെ വളർത്തുന്ന ഫാമിൽ വൈക്കോൽ കൊണ്ട് മറച്ച രഹസ്യ അറയിലാണ് ഒമറിനെ അയൽക്കാരൻ ബന്ദിയാക്കിയിരുന്നത്. പോലീസ് സംഘം ഈ രഹസ്യ അറ തുറന്നപ്പോൾ കമ്പിളി വസ്ത്രം ധരിച്ച് താടിയുള്ള ഒരാളെയാണ് കണ്ടത്. ഇത് ഒമറാണെന്ന് പോലീസ് സംഘം സ്ഥിരീകരിച്ചു. പിന്നാലെ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒമറിനെ പോലീസ് സംഘം മോചിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ സംഭവത്തിൽ പ്രതിയായ 61കാരൻ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പോലീസ് പിടികൂടി എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 26 വർഷമായി ഒമറിനെ ബന്ദിയാക്കിയ പ്രതി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒമറിനെ കാണാതായതിനു ശേഷം 1 മാസത്തോളം അദ്ദേഹത്തിൻ്റെ വളർത്തുനായ പ്രതിയായ അയൽക്കാരൻ്റെ വീട്ടിൽ ഏറെ നേരം തങ്ങുന്നത് കുടുംബം നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്കുള്ളിൽ നായയുടെ ജഡം ഒമറിൻ്റെ വീടിന് മുന്നിൽ നിന്ന് കണ്ടെത്തി. അജ്ഞാതർ നായയെ വിഷം നൽകി കൊലപ്പെടുത്തി എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഈ സമയത്തൊന്നും അയൽക്കാരനിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല. അതേസമയം വർഷങ്ങളോളം പുറം ലോകം കാണാതെ ബന്ദിയായിരുന്നെങ്കിലും തൻ്റെ കുടുംബാംഗങ്ങളെ താൻ രഹസ്യമായി വീക്ഷിച്ചിരുന്നതായിട്ടാണ് ഒമർ പറയുന്നത്. ഭൂഗർഭ അറയിലെ ജനലിൽ കൂടിയാണ് 100 മീറ്ററോളം അകലെയുള്ള സ്വന്തം വീട്ടുകാരെ ഒമർ കണ്ടിരുന്നത്. എന്നാൽ രക്ഷപ്പെടാനും ഒച്ചവെച്ച് അവരെ വിളിക്കാനും അന്ന് കഴിഞ്ഞില്ല എന്നും ഏതോ ഒരു ശക്തി തന്നെ പിന്തിരിപ്പിച്ചെന്നുമാണ് ഒമറിന്റെ പ്രതികരണം. ഭൂഗർഭ അറയിൽ നിന്ന് മോചിപ്പിച്ച ഒമറിനെ പോലീസ് സംഘം സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിയായ ആൾക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുമെന്നും ഇയാളെ വിചാരണ നടത്തി ശിക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു.